ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് സുഭാഷിനോട് പറയുന്നു, സുഭാഷ് ഏട്ടാ, ചേട്ടനുള്ളത് ചേട്ടന് തന്നെ കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ അത് ചേട്ടനുള്ളതായിരിക്കില്ല, അത്രേ ഉള്ളൂ. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് തലയാട്ടുമ്പോൾ സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് നികേഷിനോട് ചോദിക്കുന്നു, ശരിക്കും അവിടെ കയറി വടയുണ്ടാക്കിയത് മോശമായി പോയല്ലേ? അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭാസ്കരൻ ഇത് ശ്രദ്ധിക്കുകയാണ്. നികേഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ സുഭാഷും കൂടെ ചിരിക്കുകയാണ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് ഭാസ്കരൻ. പിന്നീട് കാണിക്കുന്നത് നിധിയുടെ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു, മോളെ, നിന്നെ വന്ന് കണ്ടുപോയിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് നീ ചോദിച്ചില്ലല്ലോ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് അരുണും സാന്ദ്രയും ഹേമയും. ഞാൻ എന്തിനു ചോദിക്കണമെന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമ ചോദിക്കുകയാണ്, അതെ, അവരെന്തു പറഞ്ഞു? അപ്പോൾ പുഞ്ചിരിച്ച് രാജീവ് പറയുന്നു, ദേ, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന്. ഇത് കേട്ട് നിധി വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ അരുൺ പറയുകയാണ്, അതെ നിധി, അവർക്ക് എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടമായി. അപ്പോൾ നിധി പറയുകയാണ്, എന്നാൽ എനിക്ക് അവരെ ആരും ഇഷ്ടമായിട്ടില്ല, പ്രത്യേകിച്ച് ആ കൊരങ്ങനെ. അപ്പോഴോ? ഇത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? ഞാൻ ജോക്ക് അടിച്ചതല്ല. അരുൺ പറയുന്നു, അല്ല, ഈ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നല്ലേ? നല്ല പയ്യനല്ലേ അവൻ? ഹേമ ചോദിക്കുന്നു, നീ ഷോർട്ടാണെന്ന് പറഞ്ഞത് കൊണ്ടാണോ? ഒന്നുമില്ലെങ്കിലും മനസ്സിൽ തോന്നിയത് നേരെ ചൊവ്വെ പറഞ്ഞില്ലേ മോളെ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? നിധി പറയുന്നു, അച്ഛ പറയുന്നത് കേൾക്ക്, എനിക്ക് അയാളെ ഇഷ്ടമായില്ല. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അയാൾക്ക് അയാളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. രാജീവ് ചോദിക്കുന്നു, അയാളൊന്നോ? ഇത്തിരി റെസ്പെക്റ്റോട് സംസാരിക്കും മോളെ. നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ മോളെ? നിധി പറയുന്നു, എനിക്ക് പഠിക്കണം. അത് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ എന്നോട് പറഞ്ഞത്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്നല്ലേ? രാജീവ് പറയുന്നു, മോളെ, ഈ ബന്ധം നിന്റെ ചാൻസ് കൂട്ടുകയല്ലേ ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞാൽ നിനക്ക് അവനോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകാം. ബാക്കി പഠിത്തം അവിടെ ആയിക്കൂടെ? നിധി പറയുന്നു, അച്ഛ, ഞാൻ ഒരാളെ ഇഷ്ടമായില്ലെന്നാ പറയുന്നത്. അച്ഛൻ അയാളെ തന്നെ കെട്ടാനും. അരുൺ പറയുന്നു, മോളെ, ഉഗ്രൻ ഫാമിലിയാ, ഒരേ ഒരു മകൻ, സ്വത്ത് എത്രയുണ്ടെന്നറിയുമോ? അത് മുഴുവൻ ഇനിയും നിനക്കുള്ളതാ. നിധി ചോദിക്കുന്നു, എന്റെ ചേട്ടാ, നിങ്ങൾക്ക് എന്താ വട്ടാണോ? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ സ്വത്ത് എനിക്കെന്തിനാ? ഇത് കേട്ട് ഹേമ പറയുകയാണ്, മതി മതി, നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, സംസാരം മതി. നിധി പറയുന്നു, അമ്മ നിർത്താദ്യം. ആ ഓസ്ട്രേലിയക്കാരനോട് 10 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അവന് വട്ടാന്നേ. ഇത് കേട്ട് രാജീവ് പറയുന്നു, നിധി, മനസ്സിന് ഇഷ്ടക്കേട് വെച്ച് സംസാരിച്ചപ്പോൾ നിനക്ക് അയാളോടുള്ള ഇംപ്രഷൻ അങ്ങനെ ആയിപ്പോയതാ മോളെ. നിന്റെ കല്യാണ കാര്യത്തില് അച്ഛൻ അങ്ങനെ ആലോചിക്കാതെ തീരുമാനം എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മോളെ, എത്ര കാലമായിട്ട് അച്ഛൻ അറിയാവുന്ന ഫാമിലിയാണെന്ന് അറിയുമോ? അച്ഛൻ ഓസ്ട്രേലിയയിൽ വരെ അന്വേഷിച്ചു. നല്ല മിടുക്കം പയ്യൻ, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അച്ഛൻ അതെന്ന് നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ഹേമേ, അവന് ലീവ് കുറവാ, അതുകൊണ്ട് ഈ മാസം തന്നെ കിട്ടു നടത്തിയാലോ എന്ന് അവര് ചോദിക്കുന്നത്. ഇത് കേട്ട് സാന്ദ്ര ചോദിക്കുന്നു, കല്യാണമോ? ഇത്ര പെട്ടെന്നോ? അരുൺ പറയുന്നു, അതെ സാന്ദ്ര, അവൻ ഉടനെ തിരിച്ചു പോയേ പറ്റൂ, പെട്ടെന്ന് മടങ്ങി വരാനും പറ്റില്ല. അപ്പൊ അത് മതിയെന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. ദേഷ്യത്തോടു കൂടി അവിടെ വന്ന് എഴുന്നേറ്റ് നിധി ചോദിക്കുന്നു, ആരോട് ചോദിച്ചിട്ട് അരുണേട്ടാ? രാജീവ് ചോദിക്കാണ്, വേറെ ആരോടാ ചോദിക്കേണ്ടത്? അപ്പോൾ നിധി പറയുകയാണ്, എന്നോട് ചോദിക്കണ്ടേ അച്ഛാ? അച്ഛ എന്നോട് ചോദിക്കണം. പുഞ്ചിരിച്ച് രാജീവ് പറയുന്നു, നീ കുഞ്ഞല്ലേടി, ഇത്രയും വലിയ കാര്യങ്ങളിലൊക്കെ നീ എന്ത് തീരുമാനം എടുക്കാനാ? ഹേമ പറയുന്നു, മോളെ, ജാതക വിധി പ്രകാരം ഇപ്പൊ ഈ കല്യാണം നടക്കണം മോളെ, അല്ലെങ്കിൽ അടുത്ത 4 വർഷത്തേക്ക് നിനക്കിനിയും കല്യാണ യോഗം ഇല്ല. പക്ഷേ ടൈം കുറവായി പോയല്ലോ എന്നാ, എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ മോനെ? അരുൺ പറയുന്നു, അതൊന്നും അമ്മ പേടിക്കണ്ട, അവർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അതെ, ഈ 28-ന് നല്ലൊരു മുഹൂർത്തമുണ്ട്, 23-ന് നിശ്ചയം നടത്താമെന്ന് അവര് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങോട്ട് സമ്മതിച്ചു. സന്തോഷത്തോടു കൂടി ഹേമ ചോദിക്കുന്നു, അതെയോ? വിഷമത്തോടു കൂടി നിധി പറയുകയാണ്, എത്ര നന്നായിട്ട് തുടങ്ങിയ ദിവസമാണെന്നറിയും, അതെല്ലാവരും കൂടി ഇങ്ങനെ കുളമാക്കി തന്നില്ലേ? എനിക്ക് കല്യാണം വേണ്ടെന്ന് എത്ര തവണ പറയണം ഞാൻ? രാജീവ് പറയുന്നു, കല്യാണം എന്ന് കേൾക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാകും, നിനക്കും അത്രേ ഉള്ളൂ, പോകെ പോകെ എല്ലാം ശരിയാകും. അരുണെ, നീ ഒന്ന് വന്നേ. അങ്ങനെ അരുണിനെയും കൂട്ടിക്കൊണ്ട് രാജീവ് അവിടെ വന്ന് പോകുമ്പോൾ ഹേമ പറയുകയാണ്, 23, 28, യോ, സ്വർണത്തിന്റെ കാര്യമൊക്കെ എന്ത് ചെയ്യുമെന്നാ? അതെ, ഒന്ന് നിന്നേന്ന് പറഞ്ഞ് ഹേമ അരുണിന്റെയും രാജീവിന്റെയും പിന്നാലെ പോവുകയാണ്. സാന്ദ്രയും നിധിയും വിഷമത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുന്നു. നിധി ചോദിക്കുന്നു, എന്തൊക്കെയാ അടുത്ത് ഈ വീട്ടിൽ നടക്കുന്നത്? എന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കൊരു അവകാശമില്ലേ? സാന്ദ്ര പറയുന്നു, ഇത് 2 വീട്ടുകാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചു വെച്ചതാ നിധി, അതാ ആ പയ്യൻ വന്ന ഉടനെ എല്ലാം ഫിക്സ് ചെയ്തത്. നിധി പറയുന്നു, ആര് ഫിക്സ് ചെയ്താലും എനിക്ക് കല്യാണം വേണ്ട. 1, എനിക്ക് കല്യാണം കഴിക്കാൻ സമയമായിട്ടില്ല. 2, ആ ചെറുക്കനെ എനിക്ക് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റില്ല. 5 മിനിറ്റ് സംസാരിക്കാൻ പോലും പറ്റില്ല ഇടത്തി, അത്രയ്ക്ക് അഹങ്കാരി അവൻ. ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അവൻ അറിയില്ല. ഈ സമയം ഹേമയുറക്കെ സാന്ദ്രയെ വിളിക്കുകയാണ്. ഇതാ വരുന്നു, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സാന്ദ്ര ഹേമയുടെ അരികിലേക്ക് പോവുകയാണ്. ഏട്ടത്തിന്ന് വിളിച്ച് വളരെ വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് നിധി. പിന്നീട് കാണിക്കുന്നത് രാത്രി അമ്മിക്കല്ലിൽ ചമ്മന്തി ഇറക്കുകയാണ് സുഭാഷ്. ഹലോ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ മുറപ്പെണ്ണ് അവിടേക്ക് വരികയാണ്. സുഭാഷ് ചേട്ടി എടീന്ന് വിളിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു, പേടിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നതേ ആരും കണ്ടിട്ടില്ല. സുഭാഷ് ചോദിക്കുന്നു, അല്ല, നിന്നോട് ആരാ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത്? ആ പെൺകുട്ടി പറയുകയാണ്, അയ്യടാ, എനിക്ക് അമ്മാവന്റെ വീട്ടിലേക്ക് വരാന് ആരോടെങ്കിലും അനുവാദം ചോദിക്കണോ? സുഭാഷ് പറയുന്നു, അത് നിന്റെ അമ്മയും അച്ഛനും കേൾക്കണ്ട, പോയെ, എടി പോകാൻ നോക്ക്. ആ പെൺകുട്ടി ചോദിക്കുന്നു, സുഭാഷ് ചേട്ടൻ മാത്രം എന്താ ഇങ്ങനെ എല്ലാ ജോലിയും എടുത്ത് കഷ്ടപ്പെടുന്നത്? പോത്തുപോലെ വളർന്നല്ലോ അനിയന്മാര്. സുഭാഷ് പറയുന്നു, നിർത്തിക്കോ, ഇനി ഈ വർത്താനവുമായിട്ട് ഇവിടെ നിന്നാല് ദേ കയ്യില് മുള കരച്ചതാ,
മറക്കണ്ട. പെൺകുട്ടി പറയുന്നു, ഓ അനിയന്മാരെ പറ്റി പിന്നെ പറയാൻ പാടില്ലല്ലോ. സുഭാഷ് പറയുന്നു, അതെ പറയണ്ട, അതിനുള്ള അവകാശം എന്തായാലും നിനക്കില്ല, പോരെ. സുഭാഷിന്റെ മുറപ്പെണ്ണ് പറയുന്നു, അതെ ഞാൻ ഉമ്മറത്തുണ്ടാകും, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ, അത് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. അങ്ങനെ സുഭാഷിന്റെ മുറപ്പെണ്ണ് ഉമ്മറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കൈ കഴുകിയിട്ട് ഉമ്മറത്തേക്ക് പോവുകയാണ് സുഭാഷ്. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, നീ ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? നിന്റെ അച്ഛനും അമ്മയും വീട്ടിലില്ലേ? ആ പെൺകുട്ടി പറയുന്നു, അതെ പ്രായപൂർത്തിയായ പെണ്ണാണ് ഞാൻ, എന്റെ കാര്യങ്ങളെ ഇനി ഞാൻ തീരുമാനിച്ചോളാം. ഇത് കേട്ട് പുഞ്ചിരിച്ച അവിടേക്കിരുന്ന് സുഭാഷ് പറയുന്നു, അതെ അമ്മ വരുമ്പോഴും നീ ഇത് തന്നെ പറയണം. അല്ല നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ പെൺകുട്ടി ചോദിക്കുന്നു, അത് പെണ്ണ് കാണാൻ പോയിരുന്നു. സുഭാഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അരികിലേക്ക് ചെന്നിരുന്ന ആ പെൺകുട്ടി ചോദിക്കുകയാണ്, പോയിരുന്നോ എന്ന്? ഊവെന്ന് സുഭാഷ് പറയുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അപ്പോൾ സുഭാഷ് പറയുന്നു, അവര് ഒന്നും പറഞ്ഞില്ല. കല്യാണം നടക്കുമോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, എനിക്കറിയില്ല. പെൺകുട്ടി ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്ത് തോന്നുന്നു? ഈ സമയം ആ വഴി സാധനങ്ങളുമായി നടന്നു വരുന്ന ആ പെൺകുട്ടിയുടെ അമ്മ ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി എടീന്ന് വിളിച്ച് സുഭാഷിന്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. സുഭാഷിന്റെ മുറപ്പെണ്ണ് പറയുന്നു, നമ്മുടെ വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ സുഭാഷേട്ടൻ പെണ്ണ് കാണാനേ പോകില്ലായിരുന്നു അല്ലേ? ഇത് കേട്ട് സുഭാഷ് കണ്ണു തള്ളി മുറപ്പെണ്ണിനെ നോക്കുമ്പോൾ ഒന്ന് പതറി ആ പെൺകുട്ടി അല്ല അതെന്ന് പറഞ്ഞ് ചമ്മലോടുകൂടി ഇരിക്കുകയാണ്. ഗേറ്റിന്റെ അരികിലേക്ക് വന്ന അമ്മ ഉറക്കെ എടീന്ന് വിളിക്കുകയാണ്. ഞെട്ടി ഭയത്തോടുകൂടി അയ്യോ അമ്മ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അമ്മ പറയുന്നു, ഇറങ്ങി വാടി ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി, പിടിക്കടി എന്ന് പറഞ്ഞ് തലയിൽ വെച്ചിരുന്ന ചാക്കുകെട്ടെടുത്ത് ആ പെൺകുട്ടിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അമ്മ. സുഭാഷ് ചോദിക്കുന്നു, വല്ല കാര്യം ഉണ്ടായിരുന്നു? അമ്മ പറയുകയാണ്, നിന്നെ ഞാൻ ഇന്ന് നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? കാണിച്ചു തരാമടി ഞാൻ നിനക്ക്. അങ്ങനെ ഒരു വടി എടുത്തോണ്ട് വന്ന് ആ പെൺകുട്ടിയെ തല്ലിക്കൊണ്ട് അമ്മ പറയുകയാണ്, നിന്നോട് പറഞ്ഞിട്ടില്ലേടി ഇങ്ങോട്ട് വരരുതെന്ന്? വഴിയിൽ വെച്ച് കണ്ടാ പോലും മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേടി? പിന്നെ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? അമ്മ എന്ന് വിളിച്ച് കരയുകയാണ് അവൾ. ഇത് കണ്ട് സുഭാഷ് പറയുന്നു, അയ്യോ അവളെ ഇങ്ങനെ അടിക്കല്ലേ. ദേഷ്യത്തോടു കൂടി അമ്മ ചോദിക്കുന്നു, എടാ അത് തടയാൻ നീ ആരാടാ? നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെയും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നീ എന്റെ മോളെ മയക്കിയെടുക്കാമെന്ന് കരുതിയോ? സുഭാഷ് പറയുന്നു, അയ്യോ അമ്മായി അങ്ങനെയൊന്നും അല്ല, മാറി നിൽക്കടി അങ്ങോട്ടെന്ന് പറഞ്ഞ് സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് അമ്മ ചോദിക്കുന്നു, ആരാടാ നിന്റെ അമ്മായി? നിന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോഴേ ആ വിടി അങ്ങ് നിർത്തിക്കോളാൻ ഞാൻ അന്നേ പറഞ്ഞതാ. ഇനിയിപ്പം പഴയ ബന്ധമൊന്നുമില്ല കേട്ടല്ലോ. എന്റെ മോളെ വിളിച്ചവൻ വീട്ടിൽ കയറ്റിയിരിക്കുന്നു. ആ പെൺകുട്ടി പറയുന്നു, അമ്മ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് സുഭാഷേട്ടൻ വിളിച്ചിട്ടൊന്നുമില്ല. അമ്മ പറയുന്നു, അയ്യടാ സുഭാഷേട്ടൻ, ആരാടി നിന്റെ സുഭാഷേട്ടൻ? കാരണക്കുട്ടി അടിച്ച് ഞാൻ പൊട്ടിക്കും, വീട്ടിൽ പോകാൻ നോക്കടി. അങ്ങനെ സുഭാഷിന്റെ നേരെ വിരൽ ചൂണ്ടി അമ്മ പറയുന്നു, ഇനി മേലിൽ എന്റെ മകളുമായിട്ട് നീ സംസാരിക്കാൻ പാടില്ല. ഞാൻ കണ്ടത് പോട്ടെ, ഇവളുടെ അച്ഛനും കാണാം ഇത് കണ്ടിരുന്നെങ്കിലോ? നിനക്കറിയാലോ ഞങ്ങളെങ്കിലും സൗര്യമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. എടി ആപശകനം ബാധിച്ച വീടാണിത്, 4-5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു നരകം. അതിന്റെ ഉള്ളിലേക്ക് ഇനിയിപ്പൊ നീയും കൂടി കാലെടുത്ത് വെച്ചാലേ ആ കാല് ഞാൻ വിട്ടും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെല്ലാം കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നടക്കടി അങ്ങോട്ടെന്ന് പറഞ്ഞ് അമ്മായി മോളെ ഉന്തിത്തള്ളി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ബൈക്കിൽ അവിടേക്ക് വന്ന ഹരീഷ അവരെ ശ്രദ്ധിക്കുകയാണ്. അമ്മായി പറയുന്നു, എപ്പോഴും അവളുടെ ഒരു സുഭാഷേട്ടൻ, ഇനി നിന്നെ ഇവിടെ കാണാൻ കണ്ടാൽ വാടി ഇങ്ങോട്ട്. അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് കൂടെ പോവുകയാണ് ആ പെൺകുട്ടി. ഹരീഷ് വിഷമത്തോടു കൂടി സുഭാഷിനെ നോക്കുമ്പോൾ ഹരീഷിനെ നോക്കിയിട്ട് വിഷമത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് ജ്യൂസുമായി നിധിയുടെ അരികിലേക്ക് വന്ന ഹേമ പറയുന്നു, ദാ മോളെ ഇത് കുടിക്ക്. നിധി പറയുന്നു, എനിക്ക് വേണ്ട. ഹേമ പറയുന്നു, അത് പറ്റില്ല, എല്ലാ ദിവസവും രാത്രി പപ്പായ ജ്യൂസ് തരണമെന്നേ അച്ഛന്റെ ഓർഡറാ. കല്യാണം ആകുമ്പോഴേക്കും സ്കിന്നൊക്കെ നല്ല തിളക്കത്തോടെ നിൽക്കണ്ടേ. നിധി പറയുന്നു, എനിക്ക് പപ്പായ ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ഹേമ പറയുകയാണ്, മരുന്ന് കുടിക്കുന്നത് പോലെ അങ്ങ് കുടിച്ചാ മതി. ദാ അവിടേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എന്തു പറ്റി? ഒന്നുമില്ലെന്ന് ഹേമ പറയുമ്പോൾ ജ്യൂസ് വാങ്ങിച്ച് രാജീവ് പറയുകയാണ്, ഇനി തന്നെ ഞാൻ നോക്കട്ടെ. അത് കുടിച്ചു നോക്കിയിട്ട് രാജീവ് പറയുന്നു, ആഹാ ഇത് നല്ല മധുരം ഉണ്ടല്ലോ, ദാ കുടിക്കും മോളെ. നിധി പറയുന്നു, എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ അച്ഛാ. രാജീവ് പറയുന്നു, ചെറുപ്പത്തിൽ നിനക്ക് ചോറ് കഴിക്കാനേ ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അമ്മ തന്നാൽ നീ കഴിക്കില്ലായിരുന്നു. ഞാൻ വരുന്നത് വരെ നീ പട്ടിണി കിടക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്നോ? ഒരു കഥയൊക്കെ പറഞ്ഞ് അമ്പിളിയമ്മാവനെയൊക്കെ കാണിച്ച് നിന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കും. കാരണം എന്താ? നീ പട്ടിണി കിടന്ന ആരോഗ്യം പോയാൽ അതച്ഛന് താങ്ങാൻ പറ്റില്ല മോളെ. ദേ കഴിക്ക്. നിധി വിഷമത്തോടുകൂടി ആ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുകയാണ്. രാജീവും ഹേമയും സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുന്നു. പാതി കുടിച്ചതിന് ശേഷം നിധി പറയുന്നു, മതി അച്ഛ. ഗ്ലാസ് വാങ്ങിച്ച് ഹേമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് രാജീവ്. ഹേമ പറയുന്നു, ഇങ്ങനെ ഒരു അച്ഛൻകുട്ടി. രാജീവ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് അച്ഛാന്ന് വിളിക്കുകയാണ് നിധി. രാജീവ് ചോദിക്കുന്നു, എന്തിനാ മോളെ കരയുന്നത്? നിധി പറയുന്നു, അച്ഛൻ ഈ ലോകത്തില് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാനാണെന്നല്ലേ പറയാറ്. രാജീവ് ചോദിക്കുന്നു, എന്താ അതിന് സംശയം? നിധി ചോദിക്കുന്നു, പിന്നെ എന്തിനാ അച്ഛാ എന്നെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നത്? നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, അതും ഇഷ്ടം കൊണ്ട് തന്നെയാ മോളെ. മകളുടെ ഭാവി നന്നാകണമെന്ന് അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ഇഷ്ടം കൊണ്ട് തന്നെയാ. പിന്നെ അവിടെ പോയാലും ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് വരില്ലേ, അതുപോലെ അല്ലേ ഹേമേ? നിധി പറയുന്നു, ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല അച്ഛാ. അതെന്താ മനസ്സിലാക്കാത്തത്? രാജീവ് ചോദിക്കുന്നു, ഇതിനിപ്പോ എന്താ പ്രിപ്പറേഷൻ വേണ്ടത്? ഹേമ പറയുന്നു, വീട് വിട്ടു പോകുമ്പോൾ സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണിത്. അതൊക്കെ പതുക്കെ അങ്ങ് മാറും മോളെ. രാജീവ് പറയുന്നു, അതെ എല്ലാം അച്ഛൻ നോക്കിക്കോളാം. നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അത് നീ മനസ്സിലാക്ക്. അച്ഛനും വീതു അങ്കിളും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് മോളെ. നാളെ മുതൽ 2-3 ദിവസം അവരിവിടെ കഴിയുമ്പോൾ ഈ പരിചയക്കുറവൊക്കെ അങ്ങ് മാറും.
അതോടെ നീ ഓക്കെ ആകും. നിധി ചോദിക്കുന്നു, നാളെ മുതൽ അവരുടെ കൂടെയോ? എനിക്ക് മനസ്സിലായില്ല. ഹേമ പറയുന്നു, നാളെ നീയും സാന്ദ്രയും അരുണും കൂടി തിരുവനന്തപുരത്തേക്ക് പോകുക. കല്യാണത്തിനുള്ള സ്വർണവും വസ്ത്രവും എല്ലാം അവർക്ക് അവിടെ നിന്ന് എടുക്കണമെന്ന്. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും അങ്ങ് തീരുമാനിച്ചു. രാജീവ് പറയുന്നു, അവർക്ക് അവിടെ ഒരു വീടുണ്ട്, അവിടെ പോയി ജോലി അടിച്ചിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വാ. അപ്പോഴേക്കും ഞാൻ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം. നിധി ചോദിക്കുന്നു, അത്രത്തോളം എത്തിയോ കാര്യങ്ങള്? അച്ഛാ, ഇന്ന് അവര് വന്നു പോയതല്ലേ ഉള്ളൂ. ഹേമ പറയുന്നു, അതാണ് ഐശ്വര്യമുള്ള പെൺകുട്ടികളുടെ ഗുണം, എല്ലാം പെട്ടെന്ന് അങ്ങ് നടക്കും. നിധി പറയുന്നു, അച്ഛാ, എനിക്ക് അയാളെ തടഞ്ഞുകൊണ്ട് രാജീവ് പറയുകയാണ്, ഒരു തവണ സംസാരിച്ചത് കൊണ്ടൊന്നും ആളെ മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. അവിടെ അവനും ഉണ്ടാകുമല്ലോ. നീ ചെന്ന് നന്നായിട്ട് സംസാരിക്കും. തിരിച്ചു വരുമ്പോഴേക്കും നീ നിന്റെ വാക്ക് മാറ്റി പറയും. നോക്കിക്കോ അച്ഛാ, ഞാൻ നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ്, മോളെ നീ മുറിയിലോട്ട് ചെന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങും, എല്ലാം ശരിയാകും. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് പുറത്തു നിന്ന് കുളിക്കുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ അടുക്കളയിലേക്ക് കയറി ചോറ് വിളമ്പി കറി മുഴുവൻ ഒഴിച്ചു കഴിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സുഭാഷ് സംശയത്തോടുകൂടി പാത്രങ്ങൾ തുറന്നു നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, ഒരു മര്യാദയ്ക്ക് എടുത്തൂടെ അച്ഛാ? ഇനിയിപ്പം പിള്ളേര് വരുമ്പോൾ ഞാൻ എന്തെടുത്തു കൊടുക്കും? ഭാസ്കരൻ ചോദിക്കുന്നു, പോയി ഈ വീട്ടിൽ നിന്ന് തിന്നുന്നതിനും കണക്കായി തുടങ്ങിയോ ഇന്നെന്നും പറഞ്ഞ് ഭാസ്കരൻ പ്ലേറ്റ് അവിടേക്ക് വെക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ഇതൊരുമാതിരി വൃത്തികെട്ട തീറ്റയായി പോയി, കഴിക്ക്. അങ്ങനെ സുഭാഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, എടാ നീ കഴിക്കുന്നെങ്കിൽ ചെന്ന് കഴിച്ചേ. ഭാസ്കരൻ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും വരട്ടെ, ഒന്നിച്ചിരിക്കാം. സുഭാഷ് പറയുന്നു, അപ്പോഴേക്കും നിന്റെ അച്ഛനെ ആ കാലം കൂടി അങ്ങ് കാലിയാക്കും. നികേഷ് പറയുന്നു, സാരമില്ല, ഉച്ചയ്ക്കുണ്ടാക്കിയ ഉപ്പേരിയില്ലേ, അതിന്റെ ബാക്കി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുഭാഷ് പറയുന്നു, അയ്യടാ ഒരു ത്യാഗി, മതി, ബാക്കി പിന്നെ എഴുതാം, പോയിരുന്ന് കഴിക്കങ്ങോട്ട്. നികേഷ് പറയുന്നു, ചേട്ടാ, ഇന്ന് നമ്മൾ പോയി കണ്ടില്ലേ, ആ ചേച്ചിക്ക് ചേട്ടനെ ഇഷ്ടമായെന്ന് തോന്നുന്നു. പക്ഷേ അടുക്കളയിൽ കയറിയുള്ള പെർഫോമൻസ് വർക്കായോ എന്നാണ് എന്റെ സംശയം. അല്ല, ഇനി അഥവാ ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആ ചേച്ചിയെ വിളിച്ചോണ്ട് വന്നാലോ? സുഭാഷ് പറയുന്നു, എടാ നീ പോയിരുന്ന കഴിക്കാൻ നോക്കടാ, അവര് വരാൻ ചിലപ്പോൾ വൈകും, നീ ചെല്ല. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് ആലോചിച്ചിരിക്കുകയാണ് നികേഷ്. പിന്നീട് കാണിക്കുന്നത് നിഹാരിക കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജീവ് ചോദിക്കുന്നു, അരുണെ നാളത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അരുൺ പറയുന്നു, ഉണ്ട്, രാവിലെ അവരെ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിന്ന് എല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് പോകാമെന്നും പറഞ്ഞു. രാജീവ് പറയുന്നു, അതെ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുറവും വരാൻ പാടില്ല, അത് നീ ശ്രദ്ധിച്ചോണം. അരുൺ പറയുന്നു, അതൊക്കെ എന്നോട് പറയണോ അച്ഛാ, എനിക്കറിഞ്ഞൂടെ? ഈ സമയം അവിടേക്ക് വന്ന ഹേമ പറയുന്നു, അതെ, ഈ ഡ്രസ്സ് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കാമെന്ന് പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷേ 2-3 ദിവസം അവിടെ അവരുടെ വീട്ടിൽ താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ കല്യാണത്തിന് മുമ്പ് എനിക്കതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അരുൺ പറയുന്നു, ഹോട്ടലിൽ തങ്ങിക്കൊള്ളാമെന്നാ ഞാൻ പറഞ്ഞതാണമ്മേ, പക്ഷേ പീതു അങ്കിള് സമ്മതിക്കുന്നില്ല. രാജീവ് പറയുന്നു, സാരമില്ല, അറിയാത്ത ആളുകളൊന്നും അല്ലല്ലോ. പിന്നെ സാന്ദ്ര, ചെറുക്കനും നിധിക്കും പരമാവധി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോഴത്തെ അകൽച്ചയും ഭയവും ഒക്കെ കുറച്ച് സംസാരിക്കുമ്പോൾ മാറി കിട്ടുവന്നേ. സാന്ദ്ര പറയുന്നു, അവൾക്ക് സൂര്യയെ ഇഷ്ടമില്ല എന്നുള്ളതിനേക്കാൾ വിഷമം പഠിപ്പ് മുടങ്ങി പോകുമെന്ന. രാജീവ് പറയുന്നു, കല്യാണവും കഴിഞ്ഞ ഓസ്ട്രേലിയയില് ജോലിയായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നതിന് പകരം ഇവൾ എന്തിനാണോ എന്തോ പഠിപ്പും ജോലിന്നും ഒക്കെ പറഞ്ഞ കഷ്ടപ്പെടുന്നത്. ഹേമ പറയുന്നു, അതെ, ഡിഗ്രി കഴിഞ്ഞതാ ഞാൻ, ജോലിക്ക് പോയിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സാന്ദ്ര ഇതുവരെ ജോലിക്ക് പോയിട്ടുണ്ടോ? ഇവക്ക് മാത്രം എന്താ ജോലി ചെയ്ത് കഷ്ടപ്പെടണമെന്നൊരു തോന്നല്, അതാ എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ ഹേമ അകത്തേക്ക് പോകുമ്പോൾ രാജീവ് നിഹാരികയോട് ചോദിക്കുന്നു, നിനക്ക് വലുതായിട്ട് എന്താ ആകേണ്ടത് പറ. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പറയുന്നു, അച്ഛാ, ആത്മാഭിമാനം എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ടെന്നും അതില്ലാതെ ജീവിക്കുന്നത് മരണമാണെന്നും അറിയാവുന്നത് കൊണ്ട് അച്ഛാ, ഞാൻ ആദ്യമേ പറയാം, എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കാനാണെങ്കിൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ടെൻഷനോടുകൂടി നിധി പറയുന്നു, അച്ഛന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കരഞ്ഞ് കാല് പിടിച്ച് നോക്കിയാലോ? പ്ലീസ് അച്ഛാ, പ്ലീസ്, ബെഗ് ചെയ്താൽ ഇതൊന്നും ശരിയാകില്ല. ഏറ്റവും നല്ലത് സൂര്യോട് തന്നെ പറയുന്നതല്ലേ? സൂപ്പർ, അതാണ് ഏറ്റവും നല്ല ഐഡിയ. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ദിദിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സുഭാഷിന്റെ മുറപ്പെണ്ണ് വീട്ടിലേക്ക് വരികയാണ്. സുധീഷും ഹരീഷും നികേഷും പുഞ്ചിരിച്ച് മുറപ്പെണ്ണിനെ നോക്കുകയാണ്. നികേഷ് ആ പെൺകുട്ടിയോട് പറയുന്നു, ചേട്ടന്റെ കല്യാണം വരാൻ പോവുകയല്ലേ, മിനിങ്ങാന്ന് കാണാൻ പോയത് ഉറച്ചു. ഇത് കിട്ടി ഞെട്ടി ടെൻഷനോട് കൂടി നിൽക്കുകയാണ് സുഭാഷിന്റെ മുറപ്പെണ്ണ്. ഹരീഷും സുധീഷും ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ നോക്കുകയാണ്. തുടർന്ന് സുഭാഷ് അവിടേക്ക് വരുമ്പോൾ വിഷമത്തോടുകൂടി ആ പെൺകുട്ടി ചോദിക്കുന്നു, അതെ, കല്യാണം എപ്പോഴാ? ഇത് കേട്ട് മുറപ്പെണ്ണിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നികേഷിനെ നോക്കുകയാണ് സുഭാഷ്. നികേഷ് പുഞ്ചിരിച്ച് സുഭാഷിനെയും ആ പെൺകുട്ടിയെ നോക്കുന്നു. വിഷമത്തോടുകൂടി ആ പെൺകുട്ടി ചോദിക്കുന്നു, ആ പെണ്ണിനെ ശരിക്കും ഇഷ്ടമായോ? സുഭാഷ് പുഞ്ചിരിച്ച് മുറപ്പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹരീഷ് തന്റെ കടയിൽ നിന്ന് ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഒരു പെൺകുട്ടി പ്രണയത്തോടുകൂടി ഹരീഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ദേഷ്യത്തോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, പണി മുടക്കാൻ നിൽക്കാതെ പോകുന്നുണ്ടോ ഇല്ലയോ? ആ പെൺകുട്ടി പറയുകയാണ്, ഇപ്പൊ പോകുന്നില്ല, സാർ എന്ത് ചെയ്യും? ഹരീഷ് പറയുകയാണ്, എടുത്ത് വെളിയിലെറിയും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ പെൺകുട്ടി പറയുന്നു, അങ്ങനെയെങ്കിലും എന്നെ എടുക്കുമല്ലോ, വാ. ഇത് കേട്ട് കണ്ണു തള്ളി പിന്നോട്ടേക്ക് മാറുകയാണ് ഹരീഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.